ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ഒരു കവിതയാണ് ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ്. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കടൽ തീരത്തുകൂടെ നടക്കുക പതിവായിരുന്നു. ജീവിതത്തിൽ പ്രത്യേകിച്ച് ആ ദിവസം ദൈവം നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും അദ്ദേഹം ഓർക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സൽപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചാൽ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ആ കടൽ തീരത്തോടുകൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു, 4 കാൽപ്പാടുകൾ കാണുവാൻ സാധിക്കുന്നു. മനസ്സിൽ കുറിച്ചിട്ടു, 2 കാൽപ്പാടുകൾ അതെൻ്റേതാണ്, മറ്റ് 2 കാൽപ്പാടുകൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണ് എന്ന് അദ്ദേഹം ആഴത്തിൽ വിശ്വസിച്ചു. വലിയ സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് പോയി. ഒരിക്കൽ അദ്ദേഹത്തിന് വലിയ വേദനയിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അങ്ങനെ പതിവ് പോലെ ഈ സായം സന്ധ്യയിൽ ഈ മണൽ തീരത്തുകൂടെ നടക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, 2 കാൽപ്പാടുകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളല്ലോ എന്ന്. വലിയ വേദനയായി, പരാതിയായി. ഈ വേദനയും പരാതിയുമെല്ലാം അദ്ദേഹം മനസ്സിൽ ഒതുക്കി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവമേ, എല്ലാ ദിവസവും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസം അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ സഹനങ്ങളുടെ മുമ്പിൽ അങ്ങ് പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ, നിന്റെ മനസ്സിൽ ദുഃഖമുണ്ട് എന്ന് എനിക്കറിയാം. നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ പോയ നിമിഷങ്ങൾ, ഈ സഹനത്തിലൂടെ പോയ നിമിഷങ്ങളിൽ നീ 2 കാൽപ്പാടുകളല്ലേ കണ്ടുള്ളൂ. അത് നിന്റെ കാൽപ്പാടല്ല, അതെൻ്റെ കാൽപ്പാടാണ്. നീ വലിയ നൊമ്പരത്തിലൂടെയും ദുഃഖത്തിലൂടെയും പോകുമ്പോൾ എൻ്റെ ചുമരിൽ, എൻ്റെ തോളിൽ നിന്നെ വഹിച്ചുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 2 കാൽപ്പാടുകൾ നിൻ്റേതെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, അത് എൻ്റെ കാൽപ്പാടുകൾ ആണ് എന്ന്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ എന്തേ ദൈവം പോലും നിശബ്ദനായിരിക്കുന്നു? നിശബ്ദതയിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. നിശബ്ദതയുടെ ആഴങ്ങളിൽ മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കുക. വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നുപോയ വ്യക്തിത്വങ്ങളെ നമ്മൾക്കറിയാം. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഒരുപക്ഷെ ഒരു കാര്യം തന്നെ ഒരാഴ്ച, 1 മാസം, 1 വർഷം വരെയൊക്കെ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക. മാനുഷിക ദൃഷ്ടിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ലഭിച്ചില്ലെങ്കിൽ വലിയ വേദനയാണ്, പരാതിയാണ്. പിന്നെ പതുക്കെ
ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ഇടയുണ്ട്. എന്നാൽ നിശബ്ദമായി ദൈവത്തെ തേടുന്നവർക്ക് അവിടുന്ന് കാരുണ്യവാനാണ്. നിശബ്ദതയിൽ ദൈവത്തെ തേടുന്നവർക്കാണ് അവിടുത്തെ കണ്ടെത്തുവാൻ സാധിക്കുക. നമുക്കറിയാം, മോനിക്ക, വിശുദ്ധ മോനിക്ക ആകുന്നതിൻ്റെ പിന്നിൽ, റീത്ത, വിശുദ്ധ റീത്ത ആകുന്നതിന് പിന്നിൽ വലിയ നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും സുദിനങ്ങളുണ്ടായിരുന്നു. ഈ മോനിക്ക പുണ്യവതി 18 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ച് മകനെ നേടിയത് നമുക്കറിയാം. റീത്ത പുണ്യവതി 16 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ച് ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ നേടിയെടുത്തതും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, മാനുഷിക ദൃഷ്ടിയിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും പല കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ എന്തേ ദൈവം പോലും കൈവിട്ടോ, ദൈവത്തിൻ്റെ മൗനം എന്തിനാണ് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറില്ലേ? ഓർക്കുക, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, സങ്കീർത്തകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും പ്രഭാതത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനം 55:17. അങ്ങനെയെങ്കിൽ തുടർച്ചയായി നിരന്തരമായി നാം പ്രാർത്ഥിക്കുകയും നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഓർക്കുക, ദൈവം കൂടെയുണ്ട്. ദൈവത്തിന് ഇടപെടാനുള്ള ഒരവസരം നാം കൊടുക്കണം. ദൈവം നിശബ്ദനായി എന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ശാന്തമായി നാം കാത്തിരിക്കണം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ക്ഷമാപൂർവം ദൈവത്തെ കാത്തിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ വിഷമവും തിക്ത അനുഭവങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ചില വ്യക്തികൾ പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്: അച്ചോ, വലിയ വേദനയും തിക്ത അനുഭവങ്ങളുമൊക്കെ വന്നു കഴിയുമ്പം ആരോടും ഒന്നും മിണ്ടാൻ തോന്നില്ല, ആരോടും ഒന്നും പറയാൻ തോന്നില്ല, ഏകാന്തമായി സമയം ചിലവഴിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. മറ്റു ചിലർ പറയും, അച്ചോ, ഒന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലേ? ജീവിതങ്ങളിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. ആ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളില്ലേ? ഫുട് പ്രിൻറ്റ്സ് എന്ന കവിതയിൽ നാം കണ്ടു, ആ 2 കാൽപ്പാടുകൾ ആ മനുഷ്യൻ്റെ അല്ലായിരുന്നു, അത് ദൈവത്തിൻ്റെ കാൽപ്പാടുകളായിരുന്നു. അങ്ങനെയെങ്കിൽ തിക്ത അനുഭവങ്ങളുടെ സമയത്ത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എങ്കിലും ഇന്ന് ഈ സന്ദേശത്തോടൊപ്പം അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ ശക്തി, വിടുതൽ നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ മരുഭൂമിയിലെത്തിയ ഏലിയ
ഒരു മുൾച്ചെടിയുടെ താഴെ അഭയം തേടുകയാണ്. വലിയ മനോവിഷമത്തോടെ വേദനയോടെ പോവുകയാണ്. അവസാനം മരണത്തിനായി പ്രാർത്ഥിക്കുന്ന ഏലിയ പ്രവാചകനെ കാണാൻ സാധിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിക്കണമേ എന്ന അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വലിയ വേദനയോടെ വലിയ മനോവിഷമത്തോടെ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു 2 പ്രാവശ്യം ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവസാനം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വലിയ മലയുടെ മുകളിൽ എത്തി. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി അദ്ദേഹം കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി. അദ്ദേഹം ഓർത്തു ആ കൊടുങ്കാറ്റിലൂടെ ദൈവം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തോന്നൽ വെറുതെയായിരുന്നു. അടുത്തതായി വലിയ ഭൂകമ്പം ഉണ്ടാവുകയാണ്. ആ ഭൂകമ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ദൈവം സംസാരിക്കും, ദൈവത്തെ കാണാമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ അവിടെയും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ വലിയ അഗ്നി ഉണ്ടാവുകയാണ്. അവിടെയും ദൈവത്തിൻ്റെ ചലനം കാണുവാൻ പറ്റിയില്ല. എന്നാൽ ശാന്തമായ ഒരു സമയത്ത് ദൈവം അവൻ്റെ മുമ്പിൽ ഒരു മൃദുസ്വരത്തോടെ സമീപിക്കുകയാണ്. ചോദ്യം ഇതാണ്: ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന്. സ്നേഹമുള്ളവരെ, കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലുമൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ സാധിച്ചില്ല. എന്നാൽ ശാന്തമായ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പറ്റുക. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാന്തമായി ജീവിതത്തെ നേരിടുവാൻ നാം പഠിക്കണം. ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാനും അതോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനൊക്കെ ധാരാളം വ്യക്തികൾ വരാറുണ്ട്. അവരിൽ ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, അച്ചോ, വലിയ സന്തോഷമാണ്, നല്ല സന്തോഷത്തോടെയാണ് ജീവിതമൊക്കെ നയിക്കുന്നത്. ഞങ്ങളൊരു വീട് പണിയൊക്കെ തുടങ്ങി. ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കാം. പുതിയ വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്കും അത് വിറ്റ് കഴിഞ്ഞാൽ ലോണൊക്കെ കുറച്ചെടുക്കേണ്ടി വരും. എന്നാലും ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം, ആ പഴയ വീട് വിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. 1-2 ദിവസമൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ എപ്പോഴൊക്കെ എന്നെ കാണുന്നോ അപ്പോഴൊക്കെ ആ കുടുംബം എന്നോട് പറയാറുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ടോ? അച്ഛോ, 5-6 മാസമായി ഈ വിൽപ്പനയൊന്നും നടക്കുന്നില്ലല്ലോ, പൈസയൊക്കെ ഈ വീട് പണിയുന്നവർക്ക് കൊടുക്കാറായി, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അവസാനം ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛോ, ഇനിയും കുറച്ച് നാളുകളും കൂടെ ഉള്ളൂ, അപ്പോഴേക്കും പുതിയ വീടിൻ്റെ പണികളൊക്കെ തീരും. ലോണാണെങ്കിൽ കാര്യമായിട്ട് ശരിയായിട്ടും ഇല്ല, പഴയ വീട് വിൽക്കാനും സാധിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ദൈവം കൂടെയുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പ്രോപ്പർട്ടി വിറ്റിരിക്കുമെന്ന് ഉറപ്പു തരുന്നു, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഉപദേശിച്ചു. സ്നേഹമുള്ളവരെ, സാധാരണഗതിയിൽ ആരെങ്കിലും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാറില്ല. പക്ഷെ അന്ന് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കിരുന്നപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാനെന്തിനാ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നിന്നൊക്കെ ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് കൊടുത്തത്? പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വിറ്റുപോയില്ലെങ്കിൽ പിന്നെ എന്നിലുള്ള ഒരു വിശ്വാസം അത് നഷ്ടമാവില്ലേ? ആ വേദന ശാന്തമായി ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തു. മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ പെസഹ ബുധനാഴ്ച എത്തി. വിദേശ രാജ്യത്തായിരുന്നത് കൊണ്ട് നമുക്കറിയാം, പെസഹ ബുധനാഴ്ച, പെസഹ വ്യാഴം, അത്രയും മാത്രമേ ട്രാൻസാക്ഷനൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഇവിടുത്തെ പോലെ തന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ അവധിയാണ്. ഇവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് ഇമെയിലിലൂടെയാണ്. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ബ്രോക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പറയും, പക്ഷേ ഇമെയിലിലൂടെയാണ് നോട്ടിഫിക്കേഷൻ വരിക. പെസഹ വ്യാഴാഴ്ച രാവിലെ ഈ കുടുംബം എൻ്റെ അടുക്കൽ വന്നു. വലിയ സങ്കടത്തോടെ പറഞ്ഞു, അച്ചോ, കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. സഹോദരി കൂട്ടിച്ചേർത്തു, അച്ഛൻ 2 ആഴ്ചയെന്നാണ് പറഞ്ഞത്. ഈ 2 ആഴ്ച തീരാൻ പോകുന്നത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരമാണ്. അച്ചോ, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോയി. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം മാനുഷികമായ ദൃഷ്ടി നോക്കുമ്പം
ഇത് വിറ്റുപോകാൻ യാതൊരു സാധ്യതയില്ല സഹോദരങ്ങളെ. ഞാൻ പെസഹ വ്യാഴം കഴിഞ്ഞു, ദുഃഖ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഒരു 3 മണി സമയത്ത് ഞാൻ പള്ളിയിൽ കയറി കുരിശുരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു വലിയൊരു ആഗ്രഹത്തോടെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും എൻ്റെ വിഷമം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ വിൽക്കുമെന്ന് പറഞ്ഞു, ഇതൊന്നും നടക്കുന്നുമില്ല, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദൈവമേ, എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് വിതുമ്പി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ഫോൺ നോക്കിയപ്പം 2-3 കോളുകൾ കിടപ്പുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചപ്പം ഈ സഹോദരി പറഞ്ഞു, അച്ചോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഗുഡ് ന്യൂസ്? അച്ചോ, ഇന്നലെ പെസഹ വ്യാഴാഴ്ച 9:30 ആയപ്പം ഒരു ഇമെയിൽ വന്നു. ഞങ്ങൾക്ക് ഇന്നലെ നോക്കാൻ പറ്റിയില്ല, കാരണം പെസഹ വ്യാഴാഴ്ചയായിരുന്നു. ഞാൻ ഒരു അരമണിക്കൂർ മുമ്പാണ് നോക്കിയിരുന്നത്. അപ്പോൾ ആ ഇമെയിൽ ഇങ്ങനെയാണ്: പ്രോപ്പർട്ടി നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി ഒരു ടീം വന്നിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഇത്രയേ ഉള്ളൂ ജീവിതം. എൻ്റെ വിശ്വാസം കുറെ കൂടെ വർദ്ധിച്ചു. കാരണം മനസ്സ് മന്ത്രിച്ചു. ആ സമയത്ത് അതങ്ങനെ പറഞ്ഞു. പിന്നെ കാത്തിരിക്കാനോ ഒന്നും തയ്യാറായില്ല. അങ്ങനെ സംഭവിക്കാതെ വന്നപ്പം ഭയങ്കരമായി അസ്വസ്ഥനായി. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ, ദൈവമേ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. നമ്മളൊക്കെ ചിന്തിക്കും ദൈവത്തിൻ്റെ നിശബ്ദതയെക്കുറിച്ച്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, എന്തേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്തു തന്നാലെന്ന്. എന്നാൽ ഓർക്കുക, നമ്മളെ ഒന്ന് ഒരുക്കി ഒരു പക്വതയിലേക്ക് നയിക്കുകയാണ് ദൈവം. കാത്തിരിക്കാൻ തയ്യാറായാൽ മതി, ദൈവം നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. 2-മത്തെ കാര്യം, വചനം പതിവായി വായിക്കുന്ന ഒരു ശൈലിയിലേക്ക് നാം വരണം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ മിക്കവരും തന്നെ വചനം വായിക്കുകയും അല്ലെങ്കിൽ ഒരു വചനമെങ്കിലും ഒരു ദിവസം ഹൃദിസ്ഥമാക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വചനം എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് വചനം പങ്കുവെക്കുന്നവരുമുണ്ട്. ഞാൻ നിങ്ങളുടെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാളം സെഷനിൽ ഒരു ടോക്ക് കൊടുക്കുകയായിരുന്നു. ഈ ടോക്കിൻ്റെ സമയത്ത് വചനഭാഗങ്ങൾ ഞാൻ പറയും. സങ്കീർത്തനം 55:17. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ആ വചനം അങ്ങ് പറയും. ഒരു എൻലൈറ്റൻ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെയാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടുമുട്ടാൻ സാധിച്ചത്. പതിവിലും വിപരീതമായിട്ട് ഇതുപോലുള്ള ഒരു ഗ്രൂപ്പിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സ്നേഹമുള്ളവരെ, ഇതാണ് വചനത്തിൻ്റെ ശക്തി. കഴിഞ്ഞ ആഴ്ചയിലെ ടോക്കിൽ ബൈബിളിലെ വചനങ്ങളുടെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ ആ വചനം കേട്ടു എന്ന് എനിക്കറിയാം. വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ നല്ല കമൻസിനും പ്രോത്സാഹനത്തിനുമൊക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നേരിട്ട് നിശബ്ദതയിൽ നമ്മോട് സംസാരിക്കും. മറ്റു ചിലപ്പോൾ ദൈവം വചനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. വചനം നമ്മൾ പഠിച്ചു വെച്ച് കഴിയുമ്പോൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമ്പം തിക്ത അനുഭവങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ച വചനങ്ങളൊക്കെ മനസ്സിൽ ഉരുവിടാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം നിശബ്ദതയിലെ ദൈവത്തിൻ്റെ ശബ്ദം ആ വചനങ്ങളിലൂടെ നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, 3-മത്തെ കാര്യം, നന്മ ചെയ്യുന്നത് തുടരണം. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ പ്രാർത്ഥിച്ചു, ഇനിയും പ്രതിഫലമൊന്നും കിട്ടാതെ വന്നു കഴിയുമ്പം, ദൈവം പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നില്ല എന്ന് തോന്നൽ വന്നു കഴിയുമ്പം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരുതരം നിസ്സംഗതയാണ് എന്ന്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. നമ്മളൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായ സഹായം പോലും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ
നമുക്കൊരാവശ്യം വരുമ്പം അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയൊക്കെ വന്നു കഴിയുമ്പം ഹൃദയത്തിൽ വലിയ വിഷമമാണ്, വേദനയാണ്. എനിക്കറിയാം ഒരു സഹോദരനെ. ഈ സഹോദരൻ്റെ കുടുംബജീവിതം ദൈവം ഒത്തിരി നന്മകളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാതാപിതാക്കളെ നോക്കണമായിരുന്നു, മക്കളുണ്ടായിരുന്നു, വിവാഹം കഴിച്ച് മക്കളെ അയച്ചു, അവിടെയും ഒരുപാട് അസ്വസ്ഥതകളും വേദനകളും. പിന്നെ വലിയ പ്രയാസത്തിലൂടെ ദുഃഖത്തിലൂടെയാണ് ഈ മനുഷ്യൻ കടന്നുപോയത്. പക്ഷേ ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. എത്രമാത്രം വേദനയിലൂടെ കടന്നു പോയാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ശാന്തതയുണ്ടായിരുന്നു, ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഓർക്കുക, ജീവിതത്തിൽ എല്ലാം തികഞ്ഞിട്ട് ഒന്ന് പുഞ്ചിരിക്കാം അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല. പുഞ്ചിരിയും ഈ ചിരിയൊക്കെ ആ സഹനങ്ങളുടെ മുമ്പിലും നമുക്ക് വരണമെങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു ചിന്ത നമ്മിലേക്ക് വരണം. വലിയ വേദനയിലൂടെ ഈ മകൻ കടന്നുപോയി. ഇദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇയാൾ സഹായിച്ചവർ, ഇയാൾ ചേർത്ത് പിടിച്ചവർ, എത്രയോ വ്യക്തികളാണ് അയാളുടെ അടുക്കിലേക്ക് പോവുകയും ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അവസാനം മരിച്ച സമയത്ത് ധാരാളം വ്യക്തികൾ ഇദ്ദേഹത്തെ യാത്രയാക്കുവാനായിട്ട് വന്നിരുന്നു. സ്നേഹമുള്ളവരെ, ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ നാം ഓർക്കും, നമ്മളൊക്കെ ചേർത്ത് പിടിച്ചവർ, സ്നേഹിച്ചവരൊക്കെ കൂടെയില്ല എന്ന്. എന്നാൽ ഇവരൊക്കെ ഒരു സമയത്ത് തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഉറപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യുവാനായിട്ട് മടുപ്പ് തോന്നരുത്. നിശബ്ദതയിൽ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നിശബ്ദതയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാത്തിരിക്കാനും ബൈബിളിലെ വചനങ്ങൾ വായിക്കുവാനും നന്മ ചെയ്യുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തേ ദൈവം നിശബ്ദനായിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നാഥാ, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ, അങ്ങേ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.